ഇതാണ് എൻ്റെ ചീരവിത്തുകൾ. ഇത് രണ്ടും ഞാൻ നമ്മുടെ ഹോർട്ടികോർപ്പ് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ജാവ സംസ്കൃതി എന്ന ഒരു കമ്പനിയുടെയാണ് അവരവിടെ സെയിൽ ചെയ്യുന്നത്. ഇത് രണ്ടും പച്ച ചീരയുടെ വിത്താണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പാകാം. ഈ ചീര പാകുന്നതിനും ഒരു ചടങ്ങുണ്ട്, കാണിച്ചു തരാം. സോ ആദ്യമേ തന്നെ ഇവിടുത്തെ കരികിലയൊക്കെ നമുക്ക് തൂത്തുവാരി എടുക്കാം. അടുത്തതായിട്ടേ നമ്മുടെ ഈ മണ്ണൊന്ന് കൊത്തി ഇളക്കാം. ഇതിട്ടൂടെ പിടിക്കാം. ഈ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയതാണ്. എല്ലാ വെജിറ്റബിൾസിനും ഇടാൻ പറ്റുന്ന സാധനമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്കേ ഇതങ്ങ് തൂക്കി കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യമേ ഞാൻ ചാണകമാണ് അടിവളമായിട്ടിട്ട് കൊടുത്തത്. ഇനി നമുക്കേ നമ്മുടെ മണ്ണും ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കറുത്ത കളറെല്ലാം മണ്ണിൻ്റെ അടിയിൽ പോകണം. കുറച്ച് കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. അതിനെ നമുക്ക് ഇങ്ങോട്ടാക്കാം. ഉണ്ടക്കല്ലുകളൊക്കെ വളമെല്ലാം നമ്മൾ മിക്സ് ചെയ്തു. നമ്മളെ ചീര വിത്തുകൾ പാകുന്നതിന് ഒരു ചെറിയ പരിപാടിയുണ്ട്. അതായത് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ റവ, ഇതേതെങ്കിലും ഒന്ന് നമ്മൾ ഈ ചീര വിത്തുകളുടെ കൂടെ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മുടെ ഈ വിത്തുകളൊക്കെ ഉറുമ്പ് റാഞ്ചിക്കൊണ്ട് പോകും. സോ അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതേ മഞ്ഞൾപ്പൊടിയാണ്. അപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചീര വിത്തും കൂടെ അങ്ങ് മിക്സ് ആക്കണം. യെസ്, ഇങ്ങനെ അങ്ങ് മിക്സാക്കി ഇനി നമുക്ക് ഇതങ്ങ് പാകി കൊടുക്കാം. ചീര വിത്തുകൾ ഇതാണ്ട് താഴേക്ക് പോരുന്നു. എല്ലായിടത്തും ഈക്വലായിട്ട് നമ്മൾ പാകി കൊടുത്തു. വെള്ളം കുത്തി ഒഴിക്കരുത്, ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിച്ചാൽ മതി.